ഹായ് ഫ്രണ്ട്സ്, ഒരു കൊട്ട ചെരുപ്പുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. തമ്പ്നെയിലിൽ കണ്ട പോലെ എൻ്റെ ഫുഡ് വേസ്റ്റിൻ്റെ കളക്ഷനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അതിനായിട്ട് ചെരുപ്പൊക്കെ എടുത്ത് സിറ്റ് ഔട്ടിലാണ് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നിരത്തി വെച്ചപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള ചെരുപ്പുകളുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം കേട്ടോ, ഇതൊന്നും എൻ്റെ പുതിയ ചെരുപ്പുകളല്ല, എല്ലാം പഴയതാട്ടോ. ഒരു 2-3 വർഷം മുൻപുള്ള ചെരുപ്പുകൾ വരെയുണ്ട്. അത് നിങ്ങൾക്ക് ഓരോന്നോരോന്ന് അടുത്തടുത്ത് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യത്തേതാ ഈ ഒരു ഫുഡ് വെയർ ആട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും പുതിയതെന്ന് പറയാൻ പറ്റിയത്, പുതിയതെന്നല്ല, ഏറ്റവും ലാസ്റ്റ് മേടിച്ചേക്കുന്നതെന്ന് പറയും. ഏറ്റവും ലാസ്റ്റായിട്ട് മേടിച്ചത് ഈ ഒരു ഫുഡ് വെയർ ആട്ടോ. ഇതിപ്പോൾ മേടിച്ചിട്ട് ഒരു 3-4 മാസമായിട്ടുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഇത്രയും ഫുഡ് വെയേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് 2-3 ഉള്ളൂ. അതിൽ ഒന്ന് ഇതാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വെയറാണ്. ഇത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആയി പോകും കേട്ടോ. മോഡേൺ ആയിക്കോട്ടെ, ട്രഡീഷണൽ ആയിക്കോട്ടെ, ഏതിൻ്റെ കൂടെ മാച്ച് ആയി പോകും. പിന്നെ എനിക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ചെറിയ ക്യൂട്ട് ഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അടുത്തതായി ഇതാട്ടോ, ഇതിൻ്റെ കോല നിങ്ങളൊന്ന് നോക്കി, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് കളയാറായില്ലേന്ന്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, എനിക്ക് ഇതും എൻ്റെ ഒരു ഫേവറേറ്റുകളിലൊന്നാണ്. ഫേവറേറ്റിലൊന്നല്ല, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെരുപ്പ് ഇതാട്ടോ. എപ്പോഴും ഞാൻ എവിടെ പോയാലും ഇത് മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1-1.5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇത് പെട്ടെന്ന് ചീത്തയായി. ഇപ്പോഴാണ് ഞാൻ എവിടെ പോയാലും ആദ്യം എടുത്തിടുന്നത് ഈ ചെരുപ്പായിരിക്കും. നല്ല കംഫർട്ടായിട്ട് ഇട്ട് നടക്കാനായിട്ട്. പിന്നെ അടുത്തതാ ഈ ഒരു ചെരുപ്പാട്ടോ. ഇത് ഇതുപോലെ 2 സൈഡിലേക്ക് ഓരോ വള്ളിയുള്ള ചെരുപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡൊക്കെ ചെറുതായിട്ട് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ പെട്ടെന്ന് അതിൻ്റെ സൈഡൊക്കെ വിട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹീൽസ് നോക്കി, ഇതിന് ചെറിയ ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള ഹീൽസാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് മുന്നേ കാട്ടിയ ബ്ലൂ ചെരുപ്പിൻ്റെ അതിന് ഇങ്ങനത്തെ ഒരു കട്ട പോലത്തെ ഹീലായിരുന്നു കേട്ടോ. ഇത് ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും മാത്രം പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിടും, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് പെട്ടെന്ന് നശിച്ചു കേട്ടോ. അതിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ പോയി, അതിൻ്റെ സൈഡൊക്കെ വിട്ടു. എനിക്ക് തോന്നുന്നത് മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇതിങ്ങനെ പോയത്. ഇനി നമുക്ക് അടുത്ത ചെരുപ്പ് നോക്കാം. അപ്പോൾ അടുത്തതായി ഒരു ബ്ലാക്ക് ചെരുപ്പാട്ടോ. ഇപ്പോൾ എൻ്റെയൊക്കെ ഉള്ള ചെരുപ്പുകളുടെ കൂട്ടത്തിൽ അത്യാവശ്യം ഹീലുള്ളത് ഇതിന് മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ഹീലായിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് മേടിച്ചിട്ട് ഇപ്പോൾ 2 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെതായി വള്ളി ഉണ്ടല്ലോ, ചെരുപ്പിന് കുഴപ്പമില്ല, പക്ഷേ ഈ വള്ളി ഭയങ്കരമായിട്ട് ലൂസായിട്ട് ഞാൻ തുന്നിച്ചിട്ടുണ്ടായിരുന്നു. വള്ളി മാത്രം ലൂസായിപ്പോയി, അല്ലാതെ ചെരുപ്പിനൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോഴും. ഇതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് മഴ സമയമുണ്ടല്ലോ, ആ ടൈമിന് സ്ഥിരമായിട്ട് ഡെയിലി യൂസ് ആയിരുന്നു ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്ത് ജോലിക്ക് പോകുമ്പോൾ ഈ വെള്ളമൊക്കെ റോഡിൽ കെട്ടി കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ നടക്കുന്ന കാലിൽ ഫ്ലാറ്റ് ചെരുപ്പ് ഇടുമ്പോൾ കാലിലേക്കൊക്കെ വെള്ളവും. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇറിറ്റേഷൻ പോലെ തോന്നും. അപ്പോൾ ഈ ഒരു ചെരുപ്പാകുമ്പോൾ കാലൊന്നും കൂടെ പൊന്തിയിരിക്കുമല്ലോ ഹീൽസ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഈ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ചെരുപ്പാട്ടാണ്. പക്ഷേ എന്നിട്ട് ഇത് പൊട്ടേ ഒന്നും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് ആ വള്ളി ചെറുതായിട്ടൊന്നും വലിഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് തുന്നിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തുന്നിച്ചിട്ട് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇട്ട് തുടങ്ങിയപ്പോൾ ആ തുന്നലും വിട്ടു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെരുപ്പുകളിൽ ഒന്ന് തന്നെയാട്ടോ ഇതും. അടുത്തതായിട്ട് ഇതാ നമ്മുടെ ബാഹുബലിയുടെ ആയുധം പോലെ ഇരിക്കുന്ന ഈ ഒരു ചെരുപ്പാട്ടോ. ഇത് മേടിച്ചിട്ടൊരു 3.5 വർഷമൊക്കെ ആയിട്ടുണ്ട്, 3.5 വർഷത്തിന് മേലെ ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇത് എനിക്ക് കാണുമ്പോൾ ബാഹുബലിയുടെ ആയുധം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ വിളിക്കാറ്. ബാഹുബലിയുടെ ആയുധം എന്നല്ല, അവരെ കയ്യിൽ ഉപയോഗിക്കുന്ന ഈ മേത്തൊക്കെ ആയാലും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം ചെരുപ്പ് എനിക്ക് ഒരെണ്ണം കൂടിയുണ്ട്, പക്ഷേ അത് ഇവിടെയല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഹസ്ബൻഡും ഒരു വീട് റെൻറ്റിനാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം വീട് പെരുമ്പാവൂരാണ്. അപ്പോൾ അവിടുത്തെ വീട്ടിലായിട്ട് ആ ചെരുപ്പിരിക്കുന്നത്. എല്ലാം അങ്ങോട്ട് റെൻറ്റിന് പോകുന്ന സമയത്ത് എല്ലാ ചെരുപ്പൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ ഈ ഡയമണ്ട് ഈ സ്ഥാനത്തുണ്ടല്ലോ, ഇതേ സ്ഥാനത്ത് റൗണ്ട്, പിന്നെ അത് 2 വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ചെരുപ്പ്, ആ ഡയമണ്ട് സ്ഥാനത്ത് റൗണ്ടാണെന്നുള്ളൂ. ആ ചെരുപ്പുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതാ ഈ ഒരു ചെരുപ്പ്, ഇതെൻ്റെ ഫേവറേറ്റ് ചെരുപ്പായിരുന്നു കേട്ടോ. ആയിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം ഇത് മേടിച്ചിട്ട് അധികം ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മേടിച്ച് എനിക്ക് ഫ്ലാറ്റ് ചെരുപ്പിടാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ. മേടിച്ച് കുറച്ച് നാൾ, ഒരു 2 മാസമൊക്കെ ഇട്ടപ്പോഴേക്കും ഞാൻ ആ സമയത്ത് സ്ഥിരം ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവിടെ ഇങ്ങനെയായിട്ടൊരു വള്ളി ഉണ്ടായിരുന്നു കേട്ടോ 2 ചെരുപ്പിലും. അപ്പോൾ ഞാൻ ജോലിയും കഴിഞ്ഞ് വന്ന ഒരു ദിവസം മുറ്റത്ത് ഊരിയിട്ടിട്ട് അകത്തേക്ക് കയറി പോയതാട്ടോ. അപ്പോൾ ഞാൻ ഗേറ്റ് അടയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഡിലൂടെയൊക്കെ നടക്കണ ഒരു ഒരു പട്ടി വന്നിട്ട് ഈ ചെരുപ്പെടുത്ത് കടിച്ച്, ആ വള്ളി കടിച്ചും പൊട്ടിച്ചു, അതിൻ്റെ മുകളിലത്തെ അതുമൊക്കെ ഇട്ട് കടിച്ചു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരെണ്ണം പോയി ഇപ്പോൾ കടിച്ച് പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് ചെത്തിക്കളഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഇത് പുറത്തേക്കൊന്നും ഇടാൻ പറ്റില്ല, ജസ്റ്റ് ഇവിടുന്ന് കടയിലേക്കൊക്കെ പോകുമ്പോഴോ അപ്പോൾ ഒന്ന് എടുത്തിടും, അത്രയേ ഉള്ളൂ. ഇതും ഇടാൻ നല്ല കംഫർട്ട് ഉണ്ടായ ചെരുപ്പാട്ടോ. നമുക്ക് ഒത്തിരി ദൂരം നടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഹീൽസൊക്കെ ഇടുമ്പോൾ നമുക്ക് കാല് വേദന എടുക്കുമല്ലോ. ഇത് ഇട്ടിട്ട് നമുക്ക് എത്ര ദൂരമൊക്കെ നടക്കാനും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് പട്ടി ചതിച്ചു. പിന്നെ അടുത്തതായി ഈ ഒരു ബീട്രൂട്ട് ചെരുപ്പാട്ടോ. ഇത് മേടിച്ച സമയത്ത് ഇത് കാണുമ്പോൾ എനിക്ക് ബീട്രൂട്ട് പൊളിച്ച് വെച്ച പൊളിച്ച് വെച്ച പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് ചെരുപ്പ് എന്നാണ് ഇതിന് പേരിട്ടേക്കണത്. ഇത് മേടിച്ചിട്ട് ഏകദേശം 1-2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഈ വലിയ വള്ളി ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ടുണ്ട്, ചെറിയ രീതിയിലേ ഉള്ളൂ, കുഴപ്പമില്ല, വലിഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ചെരുപ്പ് എൻ്റെ ഉണ്ട് കേട്ടോ. ഈ വൈറ്റ് വന്നേക്കണോടത്ത് ബ്ലാക്കും, റെഡ് വന്നേക്കണോടത്ത് ആഷ് കളറ്, അതുപോലെ ഈ വലിയ വള്ളിയുടെ സ്ഥാനത്തും ആഷ് കളറ്. അത് നമ്മുടെ പെരുമ്പാവൂർ വീട്ടിലായിട്ടിരിക്കണം, അതുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. സെയിം തന്നെ കളർ ചേഞ്ച്, അത് പെരുമ്പാവൂർ വീട്ടിലിരിക്കണം.
ഇത് എനിക്ക് അമ്മ മേടിച്ച ചെരുപ്പാകുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി, ഇതെല്ലാം ഞാൻ മേടിച്ചതൊന്നുമല്ല. കുറച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ അമ്മ മേടിച്ചിട്ടുണ്ട്, പിന്നെ ഹസ്ബൻഡ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെയായിട്ട് ഇത്രയധികം ചെരുപ്പുകളുള്ളത്. പിന്നെയുള്ളതാ ഈ ഒരു ഷൂ ആട്ടാ. ഇത് ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. ഇത് എന്താ പറയുക, വല്ലപ്പോഴും നമ്മൾ ജീൻസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാത്രം മേടിച്ചായിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ജീൻസൊന്നും അങ്ങനെ ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂവും ഇടാറില്ല. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇട്ടുകൊണ്ട് നടക്കാനും മടിയായിട്ട്, പെട്ടെന്ന് അഴുക്കാവുമല്ലോ. അതുകൊണ്ട് ഇതങ്ങനെ ഇടാറില്ല കേട്ടോ. പിന്നെ അടുത്ത 2 ചെരുപ്പുകൾ ഞാൻ വീട്ടിലിട്ട് നടക്കുന്നത് കേട്ടോ. വീട്ടിലിട്ട് നടക്കുന്നത് വെച്ചാൽ മുറ്റത്ത്, ഒന്ന് ഫ്രണ്ടിലെ മുറ്റത്തും ഒന്ന് ബാക്കിലെ മുറ്റത്തും. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ ചെരുപ്പുകളാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലുള്ള ചെരുപ്പും കൂടെ ഇതിലേക്ക് വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫുട് വെയർ കളക്ഷൻസ് എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.